അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ക്രിസ്റ്റൽസിൻ്റെ എനർജി അതെങ്ങനെയാണ് നമ്മൾ ചക്രയായിട്ട് ബന്ധപ്പെട്ട് വർക്കാക്കുന്നതെന്നും ക്രിസ്റ്റൽസ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം നമുക്ക് എങ്ങനെ വരുന്നുണ്ട് എന്നും ആ എനർജി എങ്ങനെയാണ് ബാലൻസ് ചെയ്യണം എന്നുള്ളതെന്നും മാത്രമല്ല അത് എങ്ങനെയുള്ളവരാണ് ക്രിസ്റ്റൽസ് ഉപയോഗിക്കണമെന്നും അത് എങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഉപയോഗം വരുമെന്നും കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സീരീസിൻ്റെ പേര് ഏഞ്ചൽസ് ആൻഡ് ക്രിസ്റ്റൽസ് എന്നാണല്ലോ. അപ്പം ഇതുവരെ നമ്മൾ ഈ ഏഞ്ചൽസും ക്രിസ്റ്റൽസും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഏഞ്ചൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാനാണ്. സോ ഏഞ്ചൽസ് ക്രിസ്റ്റൽസ് എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആൾറെഡി അറിയാം, നമ്മൾ ചക്രകളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ്. അത് എത്ര ചക്രയുണ്ടെന്നും അതിൻ്റെ ഫങ്ഷണാലിറ്റി എങ്ങനെയാണെന്നും അത് എന്തുകൊണ്ടാണ് 7 ചക്ര സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നും അതിൻ്റെ എനർജി ബാൻഡ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നും എത്രത്തോളം എനർജികളെ ക്ലബ് ചെയ്തിട്ടുണ്ടെന്നും ഈ എനർജിയെ ക്രിസ്റ്റൽസ് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ക്രിസ്റ്റൽസിൽ നിന്ന് എങ്ങനെയാണ് ഈ എനർജി മോഡുലേഷൻ സംഭവിക്കുന്നതെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഈ പ്ലേലിസ്റ്റിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് വഴിയോ എന്നെ അറിയിക്കുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരും. അതിനുള്ള എല്ലാ ഡൗട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും. സോ ഇന്നത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന എനർജി, അതായത് ചക്ര എന്നൊരു സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബോഡിയിലെ ആ ഒരു എനർജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയെ നമ്മൾ എങ്ങനെയാണ് ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ചക്രയും ഏഞ്ചൽസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ചക്ര, എവിടെയാണ് ചക്രയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്, എവിടെയാണ് ഏഞ്ചൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ചക്രയായിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പെട്ടെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഏഞ്ചൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട് ഏഞ്ചൽസിന് ഒരു ഹൈറാർക്കി ഉണ്ടെന്നും അവർ ഹൈറാർക്കിയിലായിട്ടുള്ള ഫങ്ഷനാലിറ്റി ഉള്ളവരാണെന്നും ഓരോ ഏഞ്ചലിനും ഓരോ റോളുണ്ടെന്നും മനുഷ്യനുമായിട്ട് ഒരുപാട് അടുത്തിരിക്കുന്ന ഏഞ്ചൽസ് ഗാർഡിയൻ ഏഞ്ചൽസ് ആണെന്നും അവർക്ക് തൊട്ടുമുകളിലിരിക്കുന്ന ഏഞ്ചൽസ് ആർക്ക് ഏഞ്ചൽസ് ആണെന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന ഏഞ്ചൽസ്, ഈ ഗാർഡിയൻ ഏഞ്ചൽസാണ് എപ്പോഴും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഞ്ചൽ. അതായത് ക്രിയേറ്ററിൻ്റെ ഇൻഫർമേഷൻ, ക്രിയേറ്ററിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ആ മെസ്സേജ് നമ്മളിലേക്ക് എപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏഞ്ചൽ എന്ന് പറയുന്നത് ഗാർഡിയൻ ഏഞ്ചൽസാണ്. ഇവരുടെ മുകളിലിരിക്കുന്ന ചീഫായിട്ടുള്ള ഏഞ്ചൽസാണ് ആർക്ക് ഏഞ്ചൽസ്. സോ ആർക്ക് ഏഞ്ചൽസുമായിട്ടും ഗാർഡിയൻ ഏഞ്ചൽസായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ഏഞ്ചലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു സീരീസിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനതിൽ വലുതായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ പല വീഡിയോ നോക്കിക്കഴിഞ്ഞാലും പല രീതി ജസ്റ്റ് കണ്ണടച്ചിരുന്ന ഏഞ്ചലിനെ ഒന്ന് വിളിച്ചാൽ മതി ഏഞ്ചൽസ് വരും, ഏഞ്ചൽസിനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ മതി ഏഞ്ചൽസ് വരും, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല. അതിന് മുൻപ് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രിപ്പയർ ആയി ഇരിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട്. സോ അത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ കണ്ടക്സ്റ്റിൽ വരാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നില്ല. സോ ഇവിടെ നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി അങ്ങനെയെങ്കിൽ ഇതും നമ്മുടെ എനർജിയുമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ചക്രകളുമായിട്ട്, അതല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ച് തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഏഞ്ചൽസ് എങ്ങനെയാണ് ശരിക്കും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഏഞ്ചൽസ് എന്ന് പറയുന്നത് ഒരു സെലസ്റ്റിയൽ ബീയിങ് ആണ്. അതായത് നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡിലുള്ള ഹ്യൂമൻ ബീയിങ് പോലെ സെലസ്റ്റിയൽ വേൾഡിലുള്ള ഒരു സെലസ്റ്റിയൽ ബീയിങ് ആണ് ഏഞ്ചൽ എന്ന് പറയുന്നത്. സോ ഏഞ്ചൽസിന് അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി അവർ എക്സിബിറ്റ് ചെയ്യും. ഓരോ ഏഞ്ചൽസിനും അവർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. എല്ലാ ഏഞ്ചലും ഒരേ ലെവൽ ഓഫ് ഫ്രീക്വൻസിയിലുള്ള ആൾക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഇവരെല്ലാം ഒരുമിച്ച് നമുക്കൊരു ഫ്രീക്വൻസി ബാൻഡിൽ ക്ലബ് ചെയ്യാം. മുമ്പ് ചക്രയിൽ പറഞ്ഞത് കണക്ക് തന്നെ നമുക്ക്
ചുറ്റും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ചക്രാസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ഒരു സ്റ്റഡിയുടെ സൗകര്യത്തിന് വേണ്ടിയും പല പല റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു 7 ചക്ര സിസ്റ്റം അല്ലെങ്കിൽ 114 ചക്ര സിസ്റ്റം അങ്ങനെ ഏതെങ്കിലും ഒരു ചക്ര സിസ്റ്റത്തിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽസിനെ കുറിച്ച് നമ്മളൊരു ക്ലബ് ചെയ്ത് അവർ പഠിക്കുന്നു, അതുപോലെ ആർക്ക് ഏഞ്ചൽസിനെ ക്ലബ് ചെയ്ത് നമ്മൾ അങ്ങനെ പഠിക്കുന്നു. സോ ഇതിൽ ഈ പറയുന്ന ഏഞ്ചൽസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്ക് ഏഞ്ചൽ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാവുന്നൊരു ഏഞ്ചലാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു ഏഞ്ചലാണ് മിഖായേൽ. മിഖായേലിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ആരും തന്നെ ഇല്ല. അപ്പോൾ മിഖായേൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഏഞ്ചലും പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് എത്തിക്കുന്ന ഇത് ഏത് വഴിയാണ്. അതിനൊരിക്കലും നമ്മുടെ ഭാഷയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് അങ്ങനെയല്ല. ദേ കമ്മ്യൂണിക്കേറ്റ് ഇൻ എ സെലസ്റ്റിയൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഒരു സെലസ്റ്റിയൽ ആയിട്ടുള്ള, ഒരു ഡിവൈൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഡയമെൻഷനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു ഡയമെൻഷണൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഏഞ്ചൽസൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ശബ്ദമായി മാത്രം അനുഭവപ്പെടും. ചിലപ്പോൾ അതൊരു വൈബ്രേഷനായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ചില സമയത്ത് അതൊരു ഒരു ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ്, തണുപ്പ്, ചൂട്, അതുപോലെ നമുക്ക് അനുഭവപ്പെടാം. ചില സമയങ്ങളിൽ നമ്മൾ കളർ ഫ്ലാഷിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു തണ്ടറസ് ലൈറ്റിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ചിലപ്പോൾ നമ്മൾക്കറിയാവുന്ന ഭാഷയിൽ തന്നെ ആ ഒരു വേർഡ് നമുക്ക് മനസ്സിലാകാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ സോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു പാകപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഏഞ്ചൽ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നടക്കുന്നത്. ഏതൊരു സമയത്തും നമ്മുടെ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ നോൺ ഫിസിക്കൽ സൈഡിലേക്ക് ഏഞ്ചൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു കോൺഷ്യസ് മൈൻഡിൽ നിൽക്കുന്ന നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് ഇൻ്റർപ്രറ്റായിട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ കോൺഷ്യസ്ലി നമ്മൾ അവെയർ ആവണം. നമ്മുടെ സ്പിരിച്വൽ ലെവലിനെ കുറിച്ച്, സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന സെലസ്റ്റിയൽ ബീനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവും. സോ ഇങ്ങനെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ശരിക്കും ഏഞ്ചൽസ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നടത്തുമ്പോഴത്തേക്കും ഇതിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മിഖായേൽ തന്നെ എടുക്കാമെന്നിരിക്കട്ടെ. അപ്പം മിഖായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ഒരു എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷന് ഈക്വലൻ്റ് ആയിരിക്കണം, അല്ലേ? ഇപ്പോൾ ഈ വയർലെസ് വാക്കി ടോക്കിയൊക്കെ ഇല്ല, അതിന് ഒരേ ലെവലിലുള്ള ഫ്രീക്വൻസി ട്യൂൺഡായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ട്യൂണിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം പോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ, ആ ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തുകയും ഏഞ്ചൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ആ ഏഞ്ചൽസ് ഏതിലേക്കാണോ ആ ഒരു ഐഡിയ അതല്ലെങ്കിൽ ആ ഒരു പവർ നമുക്ക് നൽകുന്നത്, അതവിടെ വർക്കാവും. ഇതിപ്പോൾ റാഫേലിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് റാഫേൽ കൂടുതലുമായിട്ട് ആ ഒരു എനർജി നമുക്ക് ഈക്വലി ബാലൻസ് ചെയ്ത് വരുന്ന ചക്ര എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയാണ്. അതായത് നമ്മുടെ രോഗങ്ങൾ, നമുക്ക് ക്ഷീണങ്ങൾ അതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ റാഫേലിൻ്റെ പ്രസൻസ് നമ്മൾ ഒരുപാട് സഹായിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ റാഫേൽ വഴി ദൈവം ആ ഒരു കാര്യം നടത്തിയെടുക്കും. അതാണ് ശരിക്കും ബാക്ക് എൻഡിൽ നടക്കുന്നത്. ഇല്ല, നമുക്ക് റാഫേലുമായി ബന്ധപ്പെട്ട് ദൈവത്തിലേക്ക് അതുവഴി എത്തണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. നമ്മളെപ്പോഴും അങ്ങനെയാണ് കാണേണ്ടത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതെങ്ങനെയാണ് കാണേണ്ടതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും പറയും. എന്നിരുന്നാലും ഇപ്പോൾ റാഫേൽ ആ ഒരു പ്രസൻസ് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹാർട്ട് ചക്രയുടെ ഫ്രീക്വൻസി ആയിട്ട് തന്നെ മാച്ച് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള, നമ്മുടെ സ്നേഹപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അങ്ങോട്ട് സെറ്റാവും. അതുപോലെ തന്നെ ചമുവേൽ ഈസ് പ്യുവർലി ഓൺ ടു ലവ്. ചമുവേൽ എന്ന് പറയുന്ന ആർക്കേഞ്ചിൽ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമ്മൾ ആ ഒരു ആർക്കേഞ്ചിലേക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ഓഫ് ഫ്രീക്വൻസിയിൽ, അതായത് നമ്മുടെ ഇഷ്ടക്കേടുകൾ, മറ്റ് പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഹാർട്ട് ചക്രയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ മുമ്പിലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നികത്താനും ആ ഒരു എനർജി മോഡുലേഷൻ നമുക്ക് അബ്സോർബ് ചെയ്യാനും, അപ്പോൾ ആ ഏഞ്ചലിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി, കാരണം ഏഞ്ചൽ എന്ന് പറയുന്നത് ഒരു ഹൈലി പവർഫുൾ ആയിട്ടുള്ളൊരു സ്പിരിച്വൽ ബോഡിയാണ്. അത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള എനർജി കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെ ആ എനർജി നമുക്ക് പാസ് ചെയ്യും. അങ്ങനെയാണ് ഏഞ്ചലിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതും ഏഞ്ചലിൻ്റെ ഹീലിംഗ് നടക്കുന്നതും
അവരുടെ എല്ലാ ആ ഒരു എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത് ഈ ഒരു തരത്തിലാണ്. അപ്പം ഈ ഒരു ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോരോ ചക്രങ്ങൾ അല്ലെങ്കിൽ ഓരോരോ സ്ഥാനങ്ങളിൽ അത് അഫക്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ആ ഫ്രീക്വൻസി മോഡുലേഷൻ മാറി നമ്മൾ ഹയർ എനർജി അല്ലെങ്കിൽ ആ വേണ്ടുന്ന ആ ഒരു ഐഡിയൽ എനർജി ഫോമിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കും ഏഞ്ചൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ രോഗങ്ങളില്ലാണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ പേടി ഇല്ലാണ്ടാക്കുന്നതും നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇതിന് കോൺഷ്യസ് മൈൻഡിൽ നമ്മളിത് അവെയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് എങ്ങനെ എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ കണ്ടക്സ്റ്റിൽ വരുന്നതല്ല. പക്ഷേ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ അതെങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും ചെയ്യും. അത് കറക്റ്റായിട്ട് വളരെയധികം ഡിവൈനായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഏഞ്ചൽസ് എങ്ങനെയാണ് നമ്മുടെ ഒരു എനർജി ബാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഏഞ്ചൽസും ക്രിസ്റ്റൽസും തമ്മിൽ എന്താണ് ബന്ധം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സോ നമ്മുടെ ചക്രയും ഏഞ്ചലുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ഏഞ്ചൽസും നമ്മുടെ ക്രിസ്റ്റൽസും ചക്രകളുമായിട്ടും നമുക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ഇത് രണ്ടു പേർക്കും എനർജി ഈ മോഡുലേറ്റ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്, അല്ലെങ്കിൽ അത് രണ്ടുപേരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ യൂസോടുകൂടി നമുക്ക് എനർജി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. സോ ഇനി ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഏഞ്ചൽസും ക്രിസ്റ്റൽസും തമ്മിൽ എന്താണ് ബന്ധം. കാരണം എപ്പോഴും നമ്മളൊരു ചക്ര അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ഹീലിംഗ് പറയുമ്പോൾ അതിന് ഇക്വലൻ്റായിട്ട് ഒരു ഏഞ്ചലിനെയും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രീൻ മെലക്കൈറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതൊരു ക്രിസ്റ്റലാണ്. ബേസിക്കലി അതൊരു ഡിസീസസ്, ഒരു ഫിസിക്കൽ ഹീലിംഗ് ടൈപ്പ് എനർജി തരുന്ന ഒരു ക്രിസ്റ്റലാണ്, ഗ്രീൻ ഇൻ കളറാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് പറയുമ്പോഴേക്കും അതിനെ അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു ഏഞ്ചൽ എന്ന് പറയുന്നത് റാഫേലാണ്. റാഫേലിൻ്റെ കളറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസി മോഡുലേഷൻ കാണിക്കുന്ന ഒരു കളറും വന്നിട്ട് ആൾമോസ്റ്റ് ഗ്രീനിഷ് കവറിഷ് കളറാണ്. സെയിം ടൈം അതും ആ ഏഞ്ചലിൻ്റെയും ഒരു റോൾ ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ടേക്ക് കെയർ ഓഫ് ദ ഫിസിക്കൽ ഹെൽത്ത് ആണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡിസ്റ്റിങ്വിഷബിൾ റോൾ എന്ന് പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ ഈ ക്രിസ്റ്റലും ഏഞ്ചലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അറിയുകയാണ് നമ്മളെ അടുത്ത ഈ ഒരു കുറച്ച് മിനിറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്രിസ്റ്റൽസും ഏഞ്ചൽസും തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് ബന്ധമുണ്ടോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് 100% ഉറപ്പിച്ചൊരു ഉത്തരവുണ്ട്, ഇല്ല. ക്രിസ്റ്റൽസും ഏഞ്ചൽസും തമ്മിൽ ഡയറക്റ്റായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ക്രിസ്റ്റൽസും ഏഞ്ചൽസും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മുടെ എനർജി മോഡുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് രണ്ടിനും ഒരേ തലങ്ങളിലുള്ള എനർജികളെ എഫക്റ്റ് ചെയ്യാനും ഒരേ രീതിയിലുള്ള പ്രോപ്പർട്ടികൾ കാണിക്കുവാനും സാധിക്കും. അതിൽ ക്രിസ്റ്റൽ കാണിക്കുന്നതിൻ്റെ 100 ഇരട്ടിയോളം പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഏഞ്ചൽ കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല അതിനൊരു സെർട്ടൈൻ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു സെർട്ടൈൻ ലെവൽ ഓഫ് ഡിവിനിറ്റി, സ്പിരിച്വൽ മൈൻഡ് സെറ്റെല്ലാം നമ്മൾ എത്തിയാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബിക്കോസ് വി ആർ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റിംഗ് യൂസിങ് അവർ കോൺഷ്യസ് മൈൻഡ് ടു എ സെലസ്റ്റിയൽ ബീയിങ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഡയറക്റ്റായിട്ട് ക്രിസ്റ്റലും ഏഞ്ചൽസും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അതിനൊരു എന്താ പറയുക, നമുക്ക് ഒരു തിയററ്റിക്കലി അങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്ന യൂട്യൂബ് ചാനൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓൺ എ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ഇതിന് രണ്ടുപേർക്കും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. ഈ ഒരു ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഏഞ്ചൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഏഞ്ചൽ ഉണ്ടെങ്കിൽ ഈ ക്രിസ്റ്റലിനെ ജോലി ചെയ്യും, അങ്ങനെയല്ല. ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും അതൊരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. മനുഷ്യൻ ആ ഒരു പ്രോപ്പർട്ടി എടുത്ത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ യൂസിന്, നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി ബാലൻസിന് വേണ്ടി യൂസ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം ഏഞ്ചൽസ് അങ്ങനെയല്ല. അത് ഒരു എക്സിസ്റ്റിംഗ് സെലസ്റ്റിയൽ ബീയിങ് ആണ്. ഇറ്റ്സ് ഫാർ അവേ ഫ്രം എർത്ത്, ഫാർ അവേ ഫ്രം അതർ കോസ്മിക് ബോഡീസ്, ഹെവൻ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വസിക്കുന്ന ഒരു സെലസ്റ്റിയൽ ബീയിങ് ആണ്. അത് ഒരു ഹൈറാർക്കിയൽ മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെലസ്റ്റിയൽ ബീയിങ്സ് ആണ് ഈ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. അതുമായിട്ട് ഹ്യൂമൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ പറ്റുമ്പോഴത്തേക്കും ഹ്യൂമൻസുമായിട്ട് ഉള്ള ഇൻട്രാക്ഷനിൽ അത് നമുക്ക് നൽകുന്ന കുറച്ചധികം ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ കുറച്ചധികം ഒരു ഫ്രീക്വൻസി മോഡുലേഷൻസ് വഴിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കതിൻ്റെ ഒരു ഉപയോഗം കിട്ടുന്നത്. അത് വെൽത്ത് ആയിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ മനസ്സമാധാനമായിരിക്കാം, പലതായിരിക്കാം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം തന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ടു ദി ക്രിയേറ്റർ, ടു ദി ഗോഡ്, ദൈവത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം ദൈവവിശ്വാസം ഇല്ലാതെ നമ്മളത് എന്ത് ചെയ്തിരുന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തില്ല. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അപ്പോൾ ഇതിന് നമ്മൾ ഏഞ്ചൽസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ക്രിസ്റ്റൽസ് ഏഞ്ചൽസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ല പ്രത്യേകിച്ച്, അത് മനസ്സിലാക്കി. എന്നാൽ ക്രിസ്റ്റൽസും ചക്രയുമായിട്ടും ഏഞ്ചൽസും ചക്രയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടുപേരും എനർജി മോഡുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. രണ്ടുപേരുടെയും പർപ്പസ് ഡിഫറെൻ്റ് ആണെങ്കിലും ആസ് എ ഒരു കോൺഷ്യസ് ലെവലിൽ നോക്കുമ്പോഴത്തേക്കും അത് എനർജി മോഡുലേഷൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ പറയേണ്ടത്. അടുത്ത എപ്പിസോഡോടുകൂടി ഈ ഒരു സീരീസിൻ്റെ അവസാനമാണ്. അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ, കുറച്ച് സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ് ക്രിസ്റ്റൽ യൂസ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഏഞ്ചൽസിനെ കോൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതും മിസ് ചെയ്യാതെ കാണുക. ഈ ഒരു എപ്പിസോഡും കേൾക്കുക. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് ഈ ഒരു ഏഞ്ചൽസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ ഫങ്ഷനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജായിട്ട് എന്നെ അറിയിക്കാം. യാതൊരുവിധ പ്രശ്നമില്ല. തീർച്ചയായിട്ടും എല്ലാത്തിനും തന്നെ ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിൽ ഇനി വീണ്ടും കാണാം.